1751 കാലഘട്ടങ്ങളിൽ മൈസൂർ സുൽത്താനായിരുന്ന ഹൈദർ അലിയുടെയും അദ്ദേഹത്തിന്റെ പത്നിയായിരുന്ന ഫക്രുന്നീസയുടെയും സീമന്തപുത്രനായിരുന്നു ടിപ്പു സുൽത്താൻ. ഡിസംബർ 1 കർണാടകയിലെ ദേവനഹള്ളിയിലാണ് ടിപ്പു സുൽത്താൻ ജനിച്ചത്. വിശുദ്ധനായ ടിപ്പു മസ്താൻ ഔലിയയുടെ പേരിനോട് സാമ്യമുള്ള ടിപ്പു സുൽത്താൻ എന്ന പേരാണ് മാതാപിതാക്കൾ ഈ കുട്ടിക്ക് നൽകിയത്. പിതാവായ ഹൈദർ അലി അന്ന് മൈസൂരിന്റെ ഭരണം നടത്തുകയായിരുന്നു. ടിപ്പുവിന് 10 വയസ്സുള്ളപ്പോൾ ഹൈദർ അലി ശ്രീരംഗപട്ടണം വിട്ട് പലായനം ചെയ്യുകയുണ്ടായി. തനിക്കു നേരെ വരുന്ന ആക്രമണത്തെ ഭയന്നാണ് അന്ന് ടിപ്പുവിനെ തന്റെ കുടുംബത്തോടൊപ്പം വിട്ട് അദ്ദേഹം മറ്റൊരു സ്ഥലത്തേക്ക് രക്ഷപ്പെട്ടത്. പിന്നീട് ഹൈദർ അലി ശ്രീരംഗപട്ടണം തിരിച്ചുപിടിച്ചപ്പോൾ തന്റെ കുടുംബത്തെ കൂടുതൽ സുരക്ഷിതമായ ബാംഗ്ലൂരിലേക്ക് മാറ്റി. കാര്യമായ വിദ്യാഭ്യാസം ലഭിക്കാതിരുന്ന പിതാവ് ഹൈദർ അലി പക്ഷേ തന്റെ മകന് മെച്ചപ്പെട്ട വിദ്യാഭ്യാസം നൽകുന്നതിൽ ശ്രദ്ധിച്ചു. മിടുക്കരായ അധ്യാപകരെ കൊണ്ട് അദ്ദേഹം ടിപ്പുവിനെ പരിശീലിപ്പിച്ചു. കുതിരസവാരിയും വാൾപ്പയറ്റും മറ്റ് ആയോധന കലകളിലും ടിപ്പുവിന് പരിശീലനം നൽകപ്പെട്ടു. ഹൈദർ അലി മലബാറിനെ ആക്രമിച്ചപ്പോൾ ബാലനായിരുന്ന ടിപ്പുവും ആ സൈന്യത്തിൽ പിതാവിനെ സഹായിക്കാനുണ്ടായിരുന്നു. ബാലനായിരിക്കുമ്പോൾ തന്നെ യുദ്ധതന്ത്രങ്ങളിലും ഭരണകാര്യങ്ങളിലും ടിപ്പു സുൽത്താൻ താൽപര്യം പ്രകടിപ്പിച്ചിരുന്നു. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും ശക്തനായ ഭരണാധികാരിയായിരുന്നു ഹൈദർ അലി. ഹൈദർ അലിയുടെ മരണശേഷം 1782 മുതൽ 1799 വരെ പിന്നീട് മൈസൂർ ഭരിച്ചിരുന്നത് ടിപ്പു സുൽത്താൻ ആയിരുന്നു. ടിപ്പു സുൽത്താൻ തന്റെ രാജ്യത്ത് ഒട്ടനവധി ഭരണ പരിഷ്കാരങ്ങൾക്ക് തുടക്കം കുറിച്ച വ്യക്തിയാണ്. പുതിയ നാണയ സംവിധാനം, മിലാദി കലണ്ടർ, അതുപോലെ തന്നെ പുതിയ ഭൂനികുതി വ്യവസ്ഥ എന്നിവ അദ്ദേഹം രാജ്യത്ത് നടപ്പിലാക്കി. മൈസൂർ പട്ടുതുണി വ്യവസായത്തിനും അദ്ദേഹം തുടക്കം കുറിച്ചു. ആംഗ്ലോ മൈസൂർ യുദ്ധങ്ങളിൽ ഉൾപ്പെടെ ബ്രിട്ടീഷ് സേനക്കും അവരുടെ സഖ്യകക്ഷികൾക്കുമെതിരെ ശ്രീരംഗപട്ടണ ഉപരോധം, പൊള്ളിലർ യുദ്ധം തുടങ്ങിയവയിൽ റോക്കറ്റുകൾ പോലെയുള്ള പല നൂതന യുദ്ധോപകരണങ്ങളും ടിപ്പു സുൽത്താൻ പ്രയോഗിക്കുകയുണ്ടായി. കന്നഡ, ഹിന്ദുസ്ഥാനി, പേർഷ്യൻ, അറബിക്, ഫ്രഞ്ച് എന്നിങ്ങനെ വ്യത്യസ്തങ്ങളായ ഭാഷകളിൽ അതിയായ പ്രാവീണ്യമുള്ള ഒരു ഭരണാധികാരിയായിരുന്നു ടിപ്പു സുൽത്താൻ. ബ്രിട്ടീഷുകാർക്കെതിരെ ഫ്രഞ്ച് സൈന്യവുമായി ചേർന്ന് യുദ്ധം നയിച്ച അദ്ദേഹം രണ്ടാം മൈസൂർ യുദ്ധത്തിലുൾപ്പെടെ പ്രധാനപ്പെട്ട നിരവധി നിർണായക വിജയങ്ങൾ നേടുകയും 1784 മംഗലാപുരം ഉടമ്പടിയിൽ ബ്രിട്ടീഷുകാരുമായി ചർച്ച നടത്തുകയും ചെയ്തു. അയൽ രാജ്യങ്ങളെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയും ബ്രിട്ടീഷുകാർക്കെതിരെ സന്ധിയില്ലാ സമരം ചെയ്തും
ടിപ്പു സുൽത്താൻ തന്റെ സാമ്രാജ്യം പടിപടിയായി വികസിപ്പിച്ചുകൊണ്ടിരുന്നു. തടവിലാക്കപ്പെട്ടവരോടുള്ള ടിപ്പുവിന്റെ ശിക്ഷാരീതികൾ വളരെയധികം വ്യത്യസ്തമാണെന്ന് പറയപ്പെടുന്നു. രണ്ടാം മൈസൂർ യുദ്ധത്തിന് ശേഷം ബ്രിട്ടീഷുകാരുമായി ഉണ്ടാക്കിയ പല കരാറുകളും ടിപ്പു സുൽത്താൻ ലംഘിക്കുകയും നാലാം മൈസൂർ യുദ്ധത്തിൽ ബ്രിട്ടീഷുകാരുടെയും ഹൈദരാബാദ് നൈസാമിന്റെയും സംയുക്ത ആക്രമണത്തിനിടയിൽ ടിപ്പു സുൽത്താൻ കൊല ചെയ്യപ്പെടുകയും ചെയ്തു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഒരു രാജാവ് പോരാടി മരണം വരിച്ചത് വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട ചരിത്ര സംഭവമായി മാറുകയും ചെയ്തു. ടിപ്പു സുൽത്താന്റെ ചരിത്രത്തിന്റെ എല്ലാം വ്യക്തമാക്കുന്ന തെളിവുകളും മൈസൂരിലെ ശ്രീരംഗപട്ടണത്ത് ഇന്നും അവശേഷിക്കുന്നു. ആ തെളിവുകൾ അവിടെ നിന്ന് നശിച്ചുപോയാലും ഇന്ത്യൻ ജനതയുടെ മനസ്സിൽ നിന്ന് ഇന്ത്യക്ക് വേണ്ടി പോരാടിയ ടിപ്പു സുൽത്താന്റെ അഥവാ മൈസൂർ കടുവയുടെ പേര് എന്നും മായാതെ മനസ്സിൽ നിൽക്കും.